الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألف نظام مده على العالي أول سطور بسم الله بدء الخالق لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بالغ المداه في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله قلبي مذ أتيت واديا خاف ما تاب عن ودائي تاليا للتالي تال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله واعلموا أمة سيدنا ونبينا محمد സർവാദരണീയരായ എരവന്നൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് കാസിം ഉസ്താദ് അവറുകളെ, ഈ വേദിയിൽ ധന്യമായ മദ്രസ സദർ ഫവാസ് വാഫി, എൻ്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ കരീം ജൂമി ഖാദർ ഉസ്താദ്, നമ്മുടെ ഈ വേദിയിലെ അധ്യക്ഷൻ കുഞ്ഞുട്ടി ഹാജി, ഇവിടെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി മുസ്തഫാക്ക, അതുപോലെ തന്നെ ഈ വേദിയിൽ ഈ സദസ്സിൽ സമ്മേളിച്ച മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥിനികളെ, ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ.
എന്നിൽ നിന്നും ഒരു വലിയ പ്രസംഗമൊന്നും നിങ്ങളാരും ആഗ്രഹിക്കണ്ട. എങ്കിലും സ്വലാത്തിന്റെ വാർഷികമായതുകൊണ്ട് ഇടക്കിടക്ക് ഓരോ സ്വലാത്തും ദിക്റൊക്കെ ഇവിടെ ചെല്ലുമ്പോൾ അത് കൂടിയിട്ട് ആവേശത്തോടെ എല്ലാവരും ചെല്ലും. നമ്മുടെ നാട്ടിൽ അനേകം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഓരോ ആളുകളും ഓരോ പാർട്ടിയുടെ ആളുകളായിരിക്കും. അതിൽ ചില സമ്മേളനങ്ങളും പ്രകടനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ആവേശം ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ആ പാർട്ടിയോടും ആ സ്ഥാനാർത്ഥിയോടും ആ പാർട്ടിയുടെ നേതാക്കന്മാരോടുമുള്ള നമ്മുടെ ആ ഒരു സ്നേഹം ആ പ്രകടനങ്ങളിൽ നമ്മുടെ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ആവേശത്തിലൂടെ നാം അറിയാറുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചമൊട്ടും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നമ്മുടെയൊക്കെ വലിയ നേതാവ്, അതിന്റെ മുകളിൽ ഒരു നേതാവ് വേറെ ഇല്ല. മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന സ്വലാത്തിന്റെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു വലിയ പുണ്യമുള്ള സദസ്സാണ്. ആധുനിക സാഹചര്യത്തിൽ പ്രസംഗം കേൾക്കാനും വയല് കേൾക്കാനും ഒരാളും തന്നെ ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈലുകളിൽ ആരുടേത് വേണമെങ്കിലും എത്രയോ പ്രസംഗങ്ങൾ ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് എടുക്കാനും കേൾക്കാനും നിഷ്പ്രയാസം കഴിയുന്നതാണ്. എന്നാൽ ആ മൊബൈലിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗം കൊണ്ടോ വയല് കൊണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ആ പുണ്യം നമുക്കാർക്കും തന്നെ കിട്ടാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം